ജാതി വേറെ അല്ലേന്ന്. ഇവിടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ജാതിയും മതവും അങ്ങനെ വളർത്തുന്ന വഴിക്കാൻ അങ്ങ് വളരും. പറയാൻ എളുപ്പമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഇതിന്റെ അവകാശികളിഞ്ഞ് വരും. ചേട്ടോ, ആ കുഞ്ഞ് ഇതുവരെ കിടന്ന് കരച്ചിലായിരുന്നു, ഇപ്പോഴാ ഒന്ന് മയങ്ങിയത്. വിശന്നിട്ടായിരിക്കും. ഇതിനൊന്നും കൊടുത്താ നീ? 5-6 ചോറ് വിളമ്പി കൊടുത്ത്, എന്നിട്ടേ അത് കഴിച്ചില്ല. എന്റെ ആളുകള് അതാ ഞാൻ പറയുന്നത്. അവര് പറയുന്നതിനൊന്നും വലിയ വില കൽപ്പിക്കണ്ടെന്ന്. എനിക്ക് ജോലിക്കും പോണമല്ലോ. നീ പോ. കുഞ്ഞുങ്ങളോട് കരഞ്ഞാലാ? കുഞ്ഞുങ്ങളോട് കരഞ്ഞാ ഞാൻ കേട്ടോണ്ടിരിക്കും. അത് കൊള്ളാം. കൃഷ്ണ, കൃഷ്ണ ഇല്ലേ ഇവിടെ? അതല്ലേ അളി രാവിലെ എഴുന്നേറ്റ് വെളിയിലോട്ട് പോയതാ. നിങ്ങൾ ജോലിയല്ലേ ഈ കുഞ്ഞ്? നിങ്ങളെല്ലാം കൂടെ ചേർന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഞാനും ജോലിക്ക് പോകുന്നില്ല. എങ്ങനെ പോകും? അത് വളരെ നന്നായി. ഇവളാണ് ഞാൻ അല്പം മുലപ്പാൽ വീണ്ടും കൊടുക്കത്തില്ലെന്ന്. അങ്ങനെ കൊടുക്കാത്തുള്ളാക്ക നിങ്ങൾ എന്ത് വിചാരിക്കും? ഈ ഒരു കൈതാണോ യശോദേ, അതോ പെമ്പട്ടി? അത്രയൊന്നും പറയുന്നോ? ആ ഭർത്താനം പറയുന്നുണ്ട്. അപ്പൊ മൃഗത്തിൽ പെട്ടതല്ല. അല്ല മാധവ, തന്റെ കെട്ടിയോളും മനുഷ്യവർഗത്തിൽ പെട്ടതല്ലേ? മനുഷ്യവർഗത്തിൽ പെട്ടതാണെന്നാണ് എന്റെ അനുഭവം. ചിലപ്പോ അവളുടെ സ്വഭാവം കണ്ടാൽ കണ്ടോ ആട്ടെ, ഇക്കായ്ക്ക് എന്ത് വേണം? മുലപ്പാൽ. ആ കുഞ്ഞ മുലപ്പാലിന് ജാതി മതം ഉണ്ടായ യശോദേ. നൊമ്പരം തോന്നിയപ്പോ മനുഷ്യന്മാരുള്ളടത്ത് വന്നു. നൊമ്പരത്തിനുണ്ടാ ജാതി മതം? അളിയും വരുന്നു. അല്ല യസാ, ഈ തീക്കട്ട ഇവിടെ വെച്ചുകൊണ്ടിരിക്കാനാണ് ആ ഉദ്ദേശം? കുഞ്ഞിന്റെ കാര്യമാണോ? അതേടോ. എന്ത് ചെയ്യാൻ, ഞാൻ ഒന്നും ചിന്തിച്ചിട്ടില്ല. ഇവിടെ യശോദയ്ക്ക് ഒരു കുഞ്ഞുണ്ട്, അതിന്റെ കൂടെ ഇവിടെ വളരട്ടെ. അത്രയ്ക്ക് കേവലായിട്ട് അങ്ങോട്ട് പറഞ്ഞു കളയാലോ. അളിയുടെ കാര്യത്തിൽ ഗൗരവം അറിഞ്ഞൂടാത്തോണ്ടാ. എന്തോന്ന് ഗൗരവം? ഈ നാട്ടിലുള്ള ഇസ്ലാമികൾ ഇത് സമ്മതിക്കുമോ? വേണ്ട. നമുക്കൊരു കാര്യം ചെയ്തെങ്കിലോ, ഇതിനെ യത്തീംഖാനയിലാക്കിയാലോ? എന്തൊരു കാനം? യത്തീംഖാനേ ഈ അനാഥ കുട്ടികളൊക്കെ വളരുന്ന സ്ഥലമല്ലേ? ഓഹോ, എന്നാലേ ഇവൾക്ക് നാഥനുണ്ട്. ഞാനാണ് നാഥൻ, ഞാൻ വളർത്തും. എങ്ങനെ വളർത്തുന്നാണ്ട? ഒരു മനുഷ്യക്കുഞ്ഞിനെ വളർത്തുന്നത് പോലെ. ഇത് മനുഷ്യക്കുഞ്ഞല്ല, പിന്നെ പട്ടിക്കുഞ്ഞാണോ? ഇതൊരു മുസ്ലിമിന്റെ കുഞ്ഞാണ്. മുസ്ലിം ആണെന്നുള്ളതിന് എന്താ തെളിവ്? അതിനെ പെറ്റതൊരു മുസ്ലിമാ. അവൾ രഹസ്യമായി പ്രസവിച്ച കുഞ്ഞിനെ ഈ വീട്ടിന്റെ പടിക്കൽ ഇട്ടേച്ച് പോയി. ആ കുഞ്ഞിന്റെ മുഖത്ത് നോക്കി ജാതി മതവും പറയാൻ ഒക്കുമോ നിങ്ങൾക്ക്? പക്ഷെങ്കിൽ ഇത് അങ്ങനെയുള്ള കാര്യമല്ലല്ലോ. ആ കുഞ്ഞിനോട് വെച്ചോണ്ടിരിക്കുന്നത് എനിക്കിഷ്ടമല്ല, യശോദയ്ക്കും ഇഷ്ടമല്ല. ഇതാ, നീയും നിന്റെ ഭാര്യയും ഹിന്ദുക്കളാ, ഇവൻ മുസ്ലിം. മനുഷ്യത്വമില്ലാതെ സംസാരിക്കും. ഓ, നിനക്ക് ഇതൊന്നും ഇല്ലായിരിക്കും. ഉണ്ടടാ, ഉണ്ട്. ആദ്യം ഞാൻ മനുഷ്യനാ, പിന്നീട് ആ ജാതി മതവും ഒക്കെ. നിങ്ങൾക്ക് നേരെ മറിച്ച്. പക്ഷേ കൃഷ്ണന്റെ ഭാഗത്തെ ആളെ കിട്ടും. എങ്ങനെ കിട്ടാനാണ്? അല്ല, എങ്ങനെ കിട്ടും? ഞാൻ ആദ്യം ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ നിങ്ങൾ ആ കേട്ടുകൊണ്ടിരുന്നു. ഇപ്പോൾ നിങ്ങൾ നേരെ തിരിച്ചു. നിങ്ങൾക്ക് എന്റെ ഭാഷ മനസ്സിലായില്ല. നിങ്ങളോട് എനിക്കൊന്നും പറയാനുമില്ല. കളിയന്റെ തലയിൽ വട്ടല്ല അരത്തിരി. ഇസ്ലാം മതം എന്ന് പറഞ്ഞാല് റബ്ബുൽ-ആലമീനായ തമ്പുരാൻ അവന്റെ റസൂല് വഴി നമുക്ക് നേരിട്ട് ഇറക്കി തന്നിട്ടുള്ളതാണ്. അത് കാത്തു സൂക്ഷിക്കേണ്ട കടമ നമ്മുടേതാണ്. എന്ത് പറയണേ? നമ്മൾ ആര് പോയിട്ട് ഒരു കാര്യമില്ല. കൃഷ്ണനാണ് ആള്. ഞാൻ പറയണത് ഈ കാര്യത്തിൽ ആചാര്യ തന്നെ നേരിട്ട് ഇറങ്ങണമെന്നാണ്. നേരിട്ട് ഇറങ്ങണമെന്നാണ്. ബ്രാൻകുട്ടി, ബാ ബാ. ഹമീദേ, മോൻ വീട്ടിനകത്തേക്ക് പോ. കൃഷ്ണയില്ലേ യശോദ അവിടെ? ഉണ്ട്. ആചാര്യ കൃഷ്ണനെ കാണാൻ വന്നിട്ടുണ്ട്. കാറിലിരിക്കുകയാണ്. ഞമ്മ പോയി വിളിച്ചോണ്ട് വരാം. ചേട്ടാ, ചേട്ടാ, ചേട്ടനെ കാണാൻ മുതലാളി പറഞ്ഞു. നീ കുട്ടികളെ പറ്റില്ല. അയ്യോ, വിവരമായിരിക്കുന്നു. ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ഞമ്മക്ക് പോകേണ്ട വഴിയാണല്ല. കാറൊന്ന് നിർത്തണം, ഇറങ്ങണം. ആജിയാരുടെ കാറ് ഈ വീടിന്റെ ബാധിക്ക് വന്നു നിന്നാൽ ഈ വീട്ടിലുള്ളവർക്ക് ഒരു അന്തസ്സാണ്. അപ്പൊ കേട് വന്നിട്ട് നിർത്തിയാലോ? ഇരിക്കാൻ നേരമല്ല കൃഷ്ണ. ആ പെണ്ണിനെ പറ്റി വല്ല വിവരവും കിട്ടിയാ? അവക്ക് ഉമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും ഈയിടയ്ക്കെങ്കിലും മരിച്ചുപോയി. അവക്ക് കെട്ടിയവനില്ലേടോ? കെട്ടാമെന്ന് പറഞ്ഞവനേ ഉള്ളൂ. ആരാത്? ഒരു വലിയ കുടുംബത്തിലുള്ളതാ. പേരറിഞ്ഞൂടെ? അറിയാമേ, പോയി പറയുകയും ചെയ്തു. എന്നിട്ട് ഇങ്ങനെ ഒരുത്തി അറിയുന്ന ലക്ഷണം പോലും കാണിച്ചില്ല. ആരാ പറ, കേക്കട്ടെ. വല്ല ഹമുക്കുകളും ആയിരിക്കും. നീ പറ കൃഷ്ണ. വേണ്ട മുതലാളി, അവൻ വേറെ കല്യാണം കഴിച്ചു. ഷെയ്ത്താൻ, ഇങ്ങനത്തെ മഹാഭാവിയുടെ നാട്ടിൽ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. അവന്റെ പേരിങ്ങ് പറ, ഞമ്മൾ പോയി ചോദിക്കാൻ അവനോട്. എന്തിനാണ് ചോദിക്കണത്? ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് അവന്റെ കയ്യിലോട്ട് എറിഞ്ഞിട്ട് കൊടുക്കണം, അല്ലാണ്ട്. അയ്യോ, അതൊന്നും വേണ്ടായേ. കുഞ്ഞിനെ ഞാനങ്ങ് വളർത്തിക്കൊള്ളാം. ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ. നീയാ
ഒരു ഇസ്ലാമിന്റെ കുഞ്ഞിനൊരു കാഹ് പറഞ്ഞ അതിന് ഞങ്ങൾ കുറെ പേര് മരിക്കണം. അങ്ങോട്ട് മുണ്ടാ നിക്ക്. ഓ അത് ഏതായാലും ഒക്കില്ല കൃഷ്ണ. നീ ആ കുട്ടിയുടെ ബാപ്പാടെ പേര് പറ. അയ്യോ, അതൊരു വലിയ തറവാടാ. ഈ കുഞ്ഞിനെയും കൊണ്ട് അവിടെ ചെന്നാൽ അവിടുത്തെ സ്ഥിതി എന്താകും? ആകട്ടെ, കൊച്ചു മുതലാളിയാണെന്നും പറഞ്ഞ് ഈ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ മുതലാളിയുടെ പേരിലേക്ക് വന്നാൽ എന്നാ നിന്നെ ആ കൊച്ചിനെ ആ വീടിന്റെ മുറ്റത്തിട്ട് അടിച്ച് കൊല്ലും. അല്ല, അവന്റെ ഒരു ഉദാഹരണം പറ്റി കേട്ടില്ലേ? അത് മുതലാളിന്റെ ഈ മോന്തയിലോട്ട് നോക്കിയിട്ട്. കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട. കൃഷ്ണൻ ആ കുഞ്ഞിനെ എടുത്ത് ഇബ്രാഹിം കുട്ടിന്റെ കൈ കൊടു. അവൻ 2 കെട്ടിയവനാണ്. ഗതികേട് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇനിയും കെട്ടിയാനെ. ശരിയാണ് അബ്ദുള്ള, കൂടുതൽ കെട്ടാൻ പടച്ചോ ഞമ്മക്ക് വേണ്ടി വച്ചില്ല മുത്തേ. ഇവന്റെ ഒരു കെട്ടിയൊക്കെ കുഞ്ഞുങ്ങളില്ല. അവൾ ഈ കുഞ്ഞിനെ കൂടെ നോക്കിക്കോളും. കൃഷ്ണൻ വിഷമിക്കണ്ട, അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റു. അതാണ് ഏട്ടാ നല്ലത്. നമുക്ക് ആ കുഞ്ഞിന്റെ കാര്യത്തിൽ എന്താ അവകാശം? പിന്നെ മുതലാളി നേരിട്ട് വന്ന സ്ഥിതിക്ക് ചേട്ടൻ മറത്തൊന്നും പറയരുത്. അതല്ലേ അബ്ദുള്ള നല്ലത്? അല്ലേ? അതിന് ഇനി ഇവിടെ വെച്ചോണ്ടിരിക്കണത് ഇസ്ലാമിങ്ങൾ എന്ന നിലയ്ക്ക് നമുക്ക് പാടുണ്ടാ? പാടില്ല. ആചാരിക്ക് വിഷമം തോന്നരുത്. എന്താണ്? ഈ കൊച്ചിനെ ആചാരിക്ക് തന്നെ കൊണ്ടുപോയി വളർത്തിയാലെന്താ? ഇവന്റെ ഒരു ദുഷ്ടബുദ്ധി കണ്ട. എടാ ഹംക്ക, ഞമ്മടെ ഒരേന്റെ ഔത്താണെങ്കിലും ഹാജിയാരുടെ ഒരേന്റെ ഔത്താണെങ്കിലും മേൽനോട്ടായിരിക്കണേ. ഓ, നമ്മളതായിരിക്കും. അല്ല, ഹാജിയാരുടെ മേൽനോട്ടത്തിന്റെ പുറത്താണ് വളർന്ന് വരാൻ പോണത്. അവിടെ മുസ്തഫയുടെ കല്യാണം കഴിഞ്ഞ് അവന്റെ കെട്ടിയൊക്കെ ഇതിനെ നോക്കാൻ പറ്റുവാ? പിന്നെ ഞമ്മടെ കെട്ടിയൊക്കെ ആണെങ്കിൽ ഏത് നേരത്തും സ്വവക്കേടാണ്. അവക്ക് അവളെ തന്നെ കൊണ്ട് നടക്കാൻ വയ്യ. കൃഷ്ണൻ ആളൊരു റൗഡീസാണെങ്കിലും കാര്യം പറഞ്ഞ അപ്പ മനസ്സിലാവും. കാര്യം പറയാണ്ട് മനസ്സിലാകുന്ന കൂട്ടത്തിലാണല്ലോ നിങ്ങള്. എന്തിയുടെ സംശയം? ആ കുഞ്ഞിനെ എന്ത് ചെയ്യണോന്ന് ഹാജിയാര് തല ചുട്ടിരുന്ന് ആലോചിക്കുമ്പോ നമ്മൾ കേറി അങ്ങോട്ട് പറഞ്ഞു, അയ്യാര് ഞമ്മക്ക് വിട്ടുക, ഞമ്മൾ നോക്കിക്കോളാന്ന്. അല്ലെങ്കിൽ നീ ചോദിച്ചു നോക്കിയേ. ഇല്ലേ, പറഞ്ഞില്ലേ? കുഞ്ഞെവിടെ? മുതലാളി വയ്ക്കൂലേ? കുഞ്ഞെവിടെ? അകത്തുണ്ട്. എടുത്തൊന്ന് പാടോ. അത് എന്റെ കുഞ്ഞാ, അതിനെ ഞാൻ വളർത്തിക്കോളാം. മര്യാദയ്ക്ക് നീ ആ കുഞ്ഞിനെ ഇങ്ങടുത്ത് താ കൃഷ്ണ. ചേട്ടൻ കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ. ഞാൻ ആ കുഞ്ഞിനെ തരത്തില്ല മുതലാളി. ബോധത്തോടെയാണോ നീ പറയണത്? അതെ മുതലാളി, എനിക്ക് പിറക്കാനിരുന്ന കുഞ്ഞിന് പകരം ഈശ്വരൻ എനിക്ക് തന്നു. ഈശ്വരൻ അതിന് വളർത്തി നിന്റെ ജാതിയിൽ കൂട്ടാണോ നിന്റെ വിചാരം? അങ്ങനെ ഞാൻ വിചാരിച്ചില്ല. പിന്നെ അബ്ദുള്ളയ്ക്ക് അതിൽ കാര്യമില്ല കേട്ടോ. പാടില്ല കൃഷ്ണ, ഇതിന് നമ്മൾ സമ്മതിക്കൂല. ഈ നാട്ടിൽ പോലീസും കോടതിയും നാക്ക് ഞാൻ കെട്ടിക്കളി. നീ നമ്മുടെ മാനം കെടുത്തത് കൃഷ്ണ. ആ കുഞ്ഞിനെ നമ്മൾ ഇവിടെ ലഭിക്കും. എന്റെയും കുഞ്ഞിന്റെയും ശവങ്ങളെ ഇവിടുന്ന് കൊണ്ടുപോകാനും. ചേട്ടൻ ഭ്രാന്ത് പറയാൻ നിൽക്കണം. നീ ഈ നാട്ടിലെ ഇസ്ലാമികളെ മൊത്തം കരുതാക്കാൻ. ഞാൻ ആ കുഞ്ഞിനെ ഒരു ഹിന്ദുവായി വളർത്തുന്നുള്ള ഭയം കൊണ്ടാണ്. ഇല്ല, ഒരു മുസ്ലിമായിട്ട് തന്നെ അവൾ ഇവിടെ വളരും. ഓ, അതിനെങ്ങനെ കഴിയും കൃഷ്ണ? അങ്ങനെ അങ്ങ് ചോദിക്കാ. വളർത്തും. ഈ നാട്ടിൽ ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഒന്നിച്ച് ജീവിക്കാമെങ്കിൽ അവർക്ക് ഒരു വീട്ടിലും താമസിക്കാം. ഒരു ഹിന്ദുവിന്റെ വീട്ടിൽ ഒരു മുസ്ലിം മണ്ണിന് ഒന്ന് പ്രസവിക്കാമെങ്കിൽ ആ കുഞ്ഞിന് അവിടെ വളരുകയും ചെയ്യാം. നിന്റെ ന്യായം നമുക്ക് കേൾക്കണമെന്നില്ല. ആ കുട്ടി ഇവിടെ വളരാൻ നമ്മൾ സമ്മതിക്കൂല. ആരാ ആ പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്ന് പ്രസവിപ്പിച്ചത്? ആരാ അവളെ ഇവിടെ വെച്ച് മരിപ്പിച്ചത്? ഒരു ഹിന്ദുവിന്റെ വീട്ടിൽ ജനിക്കുകയും മരിക്കുകയും ചെയ്യാമെങ്കിൽ ജീവിക്കുകയും ചെയ്യാം. മുതലാളി, പന്തൽപ്പണിക്ക് വേറെ ആളിനെ അന്വേഷിച്ചോളി. നീ കേട്ടില്ലേ? അവൾ എന്റെ മകളായിട്ട് വീട്ടിൽ വളരും. പക്ഷേ അവളുടെ ജാതിക്കാർക്ക് കുറ്റം പറയാൻ ഇടയാകുന്ന ഒന്നും നമ്മൾ ചെയ്തു പോകരുത്. നീ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് എന്താ? നീയും ഈ കാര്യത്തിൽ തന്നെ തെറ്റുകാരനാക്കുമായിരിക്കും. ഇല്ല കൃഷ്ണ, നമ്മൾ എന്നും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. നീ ഈ കുഞ്ഞിനെ ആമിന എന്ന് പേരിടും. ആമിന? നല്ല പേര്.